Hi friends, welcome to St. Mary's Learning Academy ഏരാറ്റുപേട്ട. സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമി ഏരാറ്റുപേട്ട കേറ്ററ്റ് വിവിധ വിഭാഗങ്ങൾക്കുള്ള കോച്ചിംഗ് ക്ലാസുകൾ നടത്തി വരുന്നു. കൂടാതെ PSC വിവിധ മത്സര പരീക്ഷകൾക്കുള്ള കോച്ചിംഗ് ക്ലാസുകളും സെറ്റ് കോച്ചിംഗ് ക്ലാസുകളും ലഭ്യമാണ്. CBSE, ICSE, കേരള സിലബസ് ട്യൂഷൻ ക്ലാസുകളും നടന്നു വരുന്നു. ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിനും ക്ലാസുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും 7907241846 9497489746 എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക. സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ. കേറ്ററ്റ്, PSC, സെറ്റ് മത്സര പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കൂ. സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമി, എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്. ഡ്രോയിങ്ങിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് വേൾഡ് ആർട്ട് ആ ഭാഗമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വേൾഡ് ആർട്ട് ആ ഭാഗം തന്നെയാണ് മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൊമാൻറ്റിസിസം, അതുപോലെ തന്നെ ഡച്ച് റിയലിസ്റ്റിക് ആർട്ട്, റിയലിസം, 90th സെഞ്ചുറി ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 90th സെഞ്ചുറിയിൽ തന്നെ നടന്ന ഒരു ആർട്ട് മൂവ്മെന്റ് ഇംപ്രഷനിസം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. 90th സെഞ്ചുറി തന്നെയാണ് ഇംപ്രഷനിസത്തിന്റെ കാലഘട്ടവും. ഈ കാലഘട്ടത്തിൽ ആർട്ടിന്റെ മേഖലയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ലാൻഡ്സ്കേപ്സ് അതിന് പ്രാധാന്യം വന്ന ഒരു കാലഘട്ടമാണ് ഇംപ്രഷനിസം ആ കാലഘട്ടം. പിന്നെ കൂടാതെ ഡെയിലി ലൈഫ്, അതുപോലെ ഒബ്ജക്ട്സ് ഇതിനെല്ലാം പ്രാധാന്യം വന്ന ഒരു കാലഘട്ടം. ഓർഡിനറി ലൈഫ്, ഔട്ട്ഡോർ സീൻസ് ഇതിനൊക്കെ പ്രാധാന്യത്തോടെ കണ്ട ഒരു കാലഘട്ടമാണ് ഇംപ്രഷനിസത്തിന്റെ കാലഘട്ടം. പിന്നെ കളേഴ്സ്, വൈബ്രന്റ് യൂസ് ഓഫ് കളേഴ്സ് അതിനെല്ലാം പ്രാധാന്യം വന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇംപ്രഷനിസത്തിന്റെ കാലഘട്ടം. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാം. കൂടാതെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റ്, ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകൾ, അവരുടെ ഫേമസ് വർക്ക്സ് ഏതൊക്കെയാണ്, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. Impressionism. Impressionism was a movement in the 90th century which was initiated by a group of artists who rejected the exhibitions and saloons that were government approved and chose to landscapes and everyday activities and objects. ഇപ്പൊ ഇംപ്രഷനിസം അത് ഏത് കാലഘട്ടത്തിലാണ് അതിന് തുടക്കം കുറിച്ചത്? 90th സെഞ്ചുറിയിലാണ് ഇംപ്രഷനിസത്തിന് തുടക്കം കുറിച്ചത്. ഒരു കൂട്ടം ആർട്ടിസ്റ്റ്, അവരുടെ ഒരു കൂട്ടായ്മ, അവർ ആ ഗവൺമെന്റ് നിബന്ധനകൾ അതിനെയൊക്കെ എതിർത്തുകൊണ്ട് സ്വതന്ത്രമായ ശൈലിയിൽ പെയിന്റിങ്ങും ഫോട്ടോഗ്രാഫിക്കും എല്ലാം തുടക്കം കുറിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ലാൻഡ്സ്കേപ്പ് അതുപോലെ തന്നെ അന്ന് വരെ പ്രാധാന്യത്തോടെ കാണാതിരുന്ന പല സബ്ജക്ട്സും പെയിന്റിങ്ങിൽ ഇടം പിടിക്കുന്ന ഒരു കാലഘട്ടം ആണ്. എവരിഡേ ആക്ടിവിറ്റീസ്, ആൾക്കാരുടെ ദൈനംദിന ജീവിതം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള ഒബ്ജക്ട്സ്, ഔട്ട്ഡോർ സീൻസ് അതിനെല്ലാം പ്രാധാന്യം കൈവരിച്ച ഒരു കാലഘട്ടമാണ് 90th സെഞ്ചുറി ഇംപ്രഷനിസത്തിന്റെ കാലഘട്ടം. This was a major change as Europe at that time had only witnessed grand subject in art such as major events in history. ആ കാലഘട്ടം വരെ ആർട്ടിൽ അല്ലെങ്കിൽ പെയിന്റിങ്ങിൽ ഒക്കെ പ്രാധാന്യം കൊടുക്കാതിരുന്ന പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൈവന്ന ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ അത് പെയിന്റിങ്ങുകളുടെ സബ്ജക്ട് മാറ്റർ ആയിട്ട് മാറിയ ഒരു കാലഘട്ടമാണ് ഇംപ്രഷനിസത്തിന്റെ കാലഘട്ടം. പണ്ട് കാലത്തെ ഹിസ്റ്ററി അല്ലെങ്കിൽ റിലീജിയസ് ആർട്ട് ഇതിനൊക്കെ ആയിരുന്നു പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഓർഡിനറി ലൈഫിനും ഔട്ട്ഡോർ സീൻസിനും ക്ലബ്ബ്, റോഡ് എല്ലാത്തിനും പ്രാധാന്യം കൈവന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഓർഡിനറി ലൈഫ് ആൻഡ് ഔട്ട്ഡോർ സീൻസ് ബിക്കം പ്രൈം സബ്ജക്ട്സ് ഓഫ് ആർട്ടിസ്റ്റ് ഇൻ ദിസ് പീരീഡ്.
ഇപ്പൊ ഇംപ്രഷണലിസ്റ്റ് ആർട്ടിസ്റ്റ് അവരുടെ പ്രധാനപ്പെട്ട സബ്ജക്ട്സ് പെയിന്റിങ്ങിന് ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്തൊക്കെയായിരുന്നു? ആൾക്കാരുടെ ദൈനംദിന ജീവിതം, അതുപോലെ തന്നെ ഔട്ട്ഡോർ സീൻസ്, വഴിയോര കാഴ്ചകൾ, അങ്ങനെയുള്ള സീൻസ് ഒക്കെ, ക്ലബിലെ കാഴ്ചകൾ, പിന്നെ അതുപോലെ തന്നെ ഔട്ട്ഡോർ സീൻസ്, ഇതിനെല്ലാം പ്രാധാന്യം കൈവരിച്ച ഒരു കാലഘട്ടമാണ് ഈ ഇംപ്രഷനിസത്തിന്റെ കാലഘട്ടം. ഇംപ്രഷനിസ്റ്റ് ആർട്ട് സ്റ്റൈൽ ഫീച്ചേർഡ് മോർ വൈബ്രന്റ് കളേഴ്സ് ആൻഡ് വിത്ത് നോട്ട് മച്ച് ഡീറ്റെയിൽ ടു സബ്ജക്ട്. അതുപോലെ തന്നെ കളേഴ്സിന് വളരെയേറെ പ്രാധാന്യം കൈവരിച്ച ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. യൂസ് ഓഫ് കളേഴ്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളേഴ്സ്, അതിന്റെ ഉപയോഗത്തിനൊക്കെ പ്രാധാന്യം കൈവന്ന ഒരു കാലഘട്ടമാണ്. Broader strokes of brush were replaced by soft touches of pure intense colors, which give a feeling that there are no brush strokes at all. അതുപോലെ തന്നെ കളേഴ്സ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ സോഫ്റ്റ് കളേഴ്സ് അതിനൊക്കെ പ്രാധാന്യം കൈവന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. സോഫ്റ്റ് കളേഴ്സ് ഒക്കെ ധാരാളമായിട്ട് പെയിന്റിങ്ങിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കും. അവിടെ പെയിന്റ് ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ പോലും ഒരുപക്ഷെ തോന്നിയേക്കാം. ആ രീതിയിലുള്ള പെയിന്റിങ്സും ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. The art produced during this period was the impression of a subject as perceived by the artist, hence the term impressionist. ഇപ്പൊ പ്രധാനമായിട്ട് ആ ആർട്ടിസ്റ്റിന് തോന്നുന്ന സബ്ജക്റ്റ് അത് ഏതും ഈ കാലഘട്ടത്തിൽ പെയിന്റിങ്ങിന് വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇംപ്രഷനിസത്തിന്റെ കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ ധാരാളം നവീന ആശയങ്ങൾ പെയിന്റിങ്ങിൽ വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ നവീന ആശയങ്ങൾ ഉപയോഗിച്ചുള്ള പെയിന്റിങ്സ് ഈ കാലഘട്ടത്തിന്റെ എടുത്തു പറയത്തക്ക സവിശേഷത ആണ്. നമുക്ക് ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇംപ്രഷനിസം, ബോൾഡ് ബ്രഷ് സ്ട്രോക്സ്, തിക്ക് ഷോർട്ട് സ്ട്രോക്സ് ഓഫ് ബ്രൈറ്റ് കളേഴ്സ്. ദിസ് വാസ് ടു ഗെറ്റ് എ ക്വിക്ക് ഇംപ്രഷൻ ഓഫ് ദി എസൻസ് ഓഫ് ദി സബ്ജക്ട്. അപ്പൊ ആ സബ്ജക്റ്റിനെ പറ്റി ഒരു ഇംപ്രഷൻ പെട്ടെന്ന് തന്നെ കിട്ടത്തക്ക രീതിയിലുള്ള പെയിന്റിങ്സിനാണ് ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിലേക്ക് ഒരു അറിവ് നമുക്ക് പകർന്നു നൽകുന്ന രീതിയിലുള്ള പെയിന്റിങ്സ്, അത് ഈ കാലഘട്ടത്തിന്റെ സവിശേഷതയാണ്. നോ യൂസ് ഓഫ് ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളർ ഈ കാലഘട്ടത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം വളരെ കുറഞ്ഞ ഒരു കാലഘട്ടമാണ് ഇംപ്രഷനിസത്തിന്റെ കാലഘട്ടം. Pure impressionism avoid the use of black paints. Grays and dark colors are obtained by mixing contrasting colors together. അപ്പോൾ പ്യുവർ ബ്ലാക്ക് പെയിന്റ് അതിന്റെ ഉപയോഗം കുറഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ് ഇംപ്രഷനിസത്തിന്റെ കാലഘട്ടം. അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അന്ന് വ്യാപകമായിട്ട് ബ്ലാക്ക് കളർ പെയിന്റിങ്സിന്റെ അത് ഉപയോഗിച്ചിരുന്നില്ല. നോ മിക്സിംഗ് ഓഫ് പെയിന്റ് തമ്മിലുള്ള മിക്സിങ് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. കളേഴ്സ് ആർ അപ്ലൈഡ് സൈഡ് ബൈ സൈഡ് വിത്ത് as little missing as possible, a technique that exploits the principle of simultaneous contact to make the color appear more vivid. കോൺട്രാസ്റ്റ് അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. ലൈറ്റിംഗ്. സെവറൽ ഇംപ്രഷനിസ്റ്റ് പെയിന്റേഴ്സ് ഡിവോട്ടഡ് entire series of painting to a single object observed during different types of the day. Monet's high stakes are a perfect example of dedication to lighting. അപ്പം ഇംപ്രഷനിസ്റ്റ് പെയിന്റേഴ്സ് ഈ പെയിന്റിങ്ങിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ്, അതുപോലെ തന്നെ ലൈറ്റ്, അതിനൊക്കെ വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു. സെവറൽ ഇംപ്രഷനിസ്റ്റ് പെയിന്റേഴ്സ് ഡിവോട്ടഡ് entire series of paintings to a single object observed during different times of the day. നമ്മളൊരു വസ്തു അതിനെ ഒരു ദിവസത്തിന്റെ പല സമയത്ത് വീക്ഷിക്കുന്ന രീതി, ആ രീതിയിലുള്ള പെയിന്റിങ്സും നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണുവാൻ സാധിക്കും. പല സമയത്ത് അതിന്റെ അവസ്ഥ അത് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പെയിന്റിങ്സും നമുക്ക് ഈ കാലഘട്ടത്തിലെ പെയിന്റിങ്ങുകളുടെ സവിശേഷത ആണ്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ഫോട്ടോഗ്രാഫി, ഫോട്ടോഗ്രാഫിയുടെ ഇൻഫ്ലുവൻസ് അത് 19th സെഞ്ചുറിയിൽ ഇംപ്രഷനിസ്റ്റ് പെയിന്റിങ്സ് അതിൻ്റെ അകത്ത് വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. Photography made its appearance in the early 19th century, and by the time of Impressionists, technical advances had led to the development of snapshot camera. Influence of this that can be seen in the paintings are the sense of capturing a fleeting moment, a snapshot of time. അതായത് ഫോട്ടോഗ്രാഫിയുടെ ഇൻഫ്ലുവൻസ് അതിന് സ്വാധീനം ചെലുത്തിയുള്ള പെയിന്റിങ്സ് അതിൽ നമുക്ക് ആ പെയിന്റിങ്സിൽ കാണുവാൻ സാധിക്കും.
Painting outdoors. Painting made in plain air. Shadows are boldly painted with blue of the sky as it reflected onto surfaces, giving a sense of freshness previously not represented in paintings. ഔട്ട്ഡോർ പെയിന്റിങ്ങിന് വളരെയേറെ പ്രാധാന്യം കൈവരിച്ച ഒരു കാലഘട്ടമാണ് ഇമ്പീരിയലിസ്റ്റ് പെയിന്റിങ്ങിന്റെ കാലഘട്ടം. നേരത്തെ ഇൻഡോർ പെയിന്റിങ് അതിനായിരുന്നു കൂടുതൽ പ്രാധാന്യമെങ്കിലും പ്ലെയിൻ എയർ പെയിന്റിങ്, അതുപോലെ തന്നെ ഔട്ട്ഡോർ പെയിന്റിങ്, അതുപോലെ തന്നെ റെപ്രസെന്റേഷൻ ഓഫ് സ്കൈ, പെയിന്റിങ്ങിന്റെ അകത്ത് സ്കൈയുടെ റെപ്രസെന്റേഷൻ, ഔട്ട്ഡോർ സീൻസിന്റെ റെപ്രസെന്റേഷൻ, അതെല്ലാം വളരെയേറെ പ്രാധാന്യം കൈവരിച്ച ഒരു കാലഘട്ടം കൂടിയാണ് ഇംപ്രഷണലിസ്റ്റ് പെയിന്റിങ് അല്ലെങ്കിൽ ഇംപ്രഷണലിസം അതിന്റെ കാലഘട്ടം. ജപ്പാനീസ് പ്രിന്റ് influence of Japanese ukiyo art prints is evident in Impressionism in its symmetrical composition and off-guard moments captured. ജാപ്പനീസ് ഇൻഫ്ലുവൻസ് അതും നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണുവാൻ സാധിക്കും. എവരിഡേ പെയിന്റിങ്സ് ഓഫ് ദി ലൈഫ്, ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സീൻസ്, അതിന് വളരെയേറെ പ്രാധാന്യം കൈവന്നിരുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഡെയിലി ലൈഫ് അതിന് വളരെയേറെ പ്രാധാന്യം ഇല്ലായിരുന്നു. എങ്കിൽ ഈ 19th സെഞ്ചുറി ഇംപ്രഷനിസം ആ കാലഘട്ടത്തിൽ ഡെയിലി ലൈഫ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സീൻസ് അതിനൊക്കെ പ്രാധാന്യം കൈവരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ആ പെയിന്റിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അതാണ്. കാരണം തുണി കഴുകുന്ന രംഗങ്ങള്, അതുപോലെ തന്നെ തുണി തേക്കുന്നത്, അതൊക്കെ ആ പെയിന്റിങ്സിൽ ഇടം പിടിക്കുന്നു. അപ്പൊ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പെയിന്റിങ്സിന് വളരെ പ്രാധാന്യം കൈവന്ന ഒരു കാലഘട്ടം, അത് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയാണ് ഇംപ്രഷനിസത്തിന്റെ കാലഘട്ടം. എവരിഡേ പെയിന്റിങ്സ് ഓഫ് ലൈഫ്. ദി ഇംപ്രഷനിസ്റ്റ് പെയിന്റഡ് വുമൺ ഡൂയിങ് ദി വാഷിംഗ് ആൻഡ് അയൺ, ballet dancers limbering up, horses getting ready for a race, and bored-looking waitress. Nobody before the Impressionist had ever thought that this subject were interesting enough to painting. അപ്പൊ അന്ന് വരെയുള്ള കാലഘട്ടത്തിലുള്ള പെയിന്റേഴ്സ് ഒന്നും ചിന്തിക്കാത്ത പല സബ്ജക്ട്സും പെയിന്റിങ്ങിന് വിഷയമായിട്ട് മാറി. അല്ലെങ്കിൽ അന്ന് വരെ ഇത് ഒരിക്കലും പെയിന്റിങ്ങിന് വിഷയമാകും എന്ന് ആരും പ്രതീക്ഷിക്കാത്ത പല സബ്ജക്ട്സും പെയിന്റിങ്ങിന് വിഷയമായി മാറിയ ഒരു കാലഘട്ടം. നവീനമായ ആശയങ്ങൾ പെയിന്റിങ്ങിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടം, അതാണ് ഇംപ്രഷനിസത്തിന്റെ സവിശേഷത. ലാൻഡ്സ്കേപ്പിനും വളരെയേറെ പ്രാധാന്യം കൈവരിച്ച ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ലാൻഡ്സ്കേപ്പ് പെയിന്റിങ് അതിന് വളരെയേറെ പ്രാധാന്യം 19th സെഞ്ചുറിയിൽ ഒന്നായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. Although many Impressionists painted portraits, they are known for their landscape. They were more interested in capturing the light and weather. ലൈറ്റിനൊക്കെ വളരെയേറെ പ്രാധാന്യം കൈവരിച്ച ഒരു കാലഘട്ടമാണ് പെയിന്റിങ്ങിൽ യൂസ് ഓഫ് ലൈറ്റ്. സ്മോൾ പെയിന്റിങ്സ്, ഈ കാലഘട്ടത്തിൽ കൂടുതലും ചെറിയ പെയിന്റിങ്സ് ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വലിയ പെയിന്റിങ്സിനേക്കാളും കൂടുതൽ ചെറിയ പെയിന്റിങ്സ് ആണ്. ഔട്ട്ഡോർ പെയിന്റിങ് എന്നതുകൊണ്ട് തന്നെ സ്മോൾ പെയിന്റിങ്സിനായിരുന്നു കൂടുതൽ പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ നൽകിയിരുന്നത്. Most impressionist landscape paintings are small so that artist could carry the outdoor. അപ്പൊ നമ്മൾ ഇപ്പൊ ഇംപ്രഷനിസ്റ്റ് കാലഘട്ടം, ആ കാലഘട്ടത്തിലെ പെയിന്റിങ് അതിന്റെ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. സ്മോൾ പെയിന്റിങ്സ്, അതുപോലെ തന്നെ യൂസ് ഓഫ് ലൈറ്റ്, ലാൻഡ്സ്കേപ്പിന്റെ ഉപയോഗം, അതുപോലെ തന്നെ ഡെയിലി ലൈഫ് സീൻസ് അതിന് പ്രാധാന്യം കൈവന്ന കാലഘട്ടം, മിക്സിംഗ് ഓഫ് കളേഴ്സ് അതിന് പ്രാധാന്യം കൈവന്ന കാലഘട്ടം. ഇതൊക്കെയാണ് ഇംപ്രഷനിസ്റ്റ് കാലഘട്ടത്തിന്റെ സവിശേഷത. ഇനി നമ്മൾ അടുത്തായിട്ട് മനസ്സിലാക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റ് ആരൊക്കെയായിരുന്നു. ധാരാളം ആർട്ടിസ്റ്റ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ അവരിൽ പ്രമുഖരായ ഏതാനും വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ അവരുടെ മാസ്റ്റർ പീസ് വർക്ക് അതിനെ കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാം. എഡ്വേർഡ് മാനറ്റ്, ക്ലൗഡ് മോണറ്റ്, എഡ്ഗാർ ഡിഗാസ്, പിയർ അഗസ്റ്റിൻ റെയ്നോർ, കാമിൽ പിസാരിയോ ആർ സം ഓഫ് ദി ഫേമസ് ഇംപ്രഷനിസ്റ്റ് ആർട്ടിസ്റ്റ്. ഈ കാലഘട്ടത്തിലെ ഏതാനും പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളുടെ പേരുകളാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. എഡ്വേർഡ് മാനറ്റ്, ക്ലൗഡ് മോണറ്റ്, എഡ്ഗർ ഡിഗാസ്, പിയർ അഗസ്റ്റ് റെയ്നോർ, കാമിൽ പിസാരിയോ. ഇവരൊക്കെയായിരുന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെയിന്റേഴ്സ്. നമുക്ക് ഇവരുടെ വർക്കുകൾ, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഇവര് ഉപയോഗിച്ചിരുന്ന സ്റ്റൈലിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് കൂടി മനസ്സിലാക്കുക.
Edward Manet. As an impressionist artist, Manet predominantly consisted of Persian life. Female nodes were often the subject of Manet. അപ്പോൾ അദ്ദേഹത്തിന്റെ സബ്ജക്ട്സ് എഡ്വേർഡ് മാനറ്റ് അദ്ദേഹത്തിന്റെ പെയിന്റിങ്സിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആയിരുന്നു ഫീമെയിൽ നോഡ് ഫിഗർ. വാട്ട് സെറ്റ് മാനറ്റ് അപ്പാർട്ട് ഫ്രം ഹിസ് കണ്ടംപററീസ് വാസ് ദാറ്റ് ഹി ഹാഡ് എ യൂണീക് സ്റ്റൈൽ ഓഫ് പെയിന്റിംഗ്. അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങിന്റെ പ്രത്യേകത എന്തായിരുന്നു? ബാക്കിയുള്ളവരൊന്നും ഫോളോ ചെയ്യാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ ഒരു ശൈലി പെയിന്റിങ്ങിൽ അഡോപ്റ്റ് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു മാനറ്റ്. മാനറ്റ് പ്രിഫേർഡ് ടു ക്യാപ്ചർ എവറിഡേ ലൈഫ് ആൻഡ് കോമൺ ഒബ്ജക്ട്സ് ഇൻ ഹിസ് പെയിന്റിങ്സ്. ഇപ്പൊ ഡെയിലി സീൻസ് അല്ലെങ്കിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ, അതൊക്കെ പെയിന്റിങ്ങിൽ മാനറ്റിന്റെ പെയിന്റിങ്ങിൽ ഇടം പിടിച്ചു. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സ് അതിനൊക്കെ പ്രാധാന്യം കൈവന്ന ഒരു പെയിന്റിംഗ് ആണ് മാനറ്റിന്റെ പെയിന്റിംഗ്. ദി കഫേസ്, ബാർസ് ഓഫ് പാരീസ്, സിറ്റി ആൻഡ് അർബൻ ലൈഫ്, സ്ട്രീറ്റ് ആൻഡ് its people, beggars, singers, workers were common in Manet's painting. ഇപ്പൊ മാനറ്റിന്റെ പെയിന്റിങ്ങിന്റെ സബ്ജക്ട് മാറ്റർ എന്തൊക്കെയായിരുന്നു അതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു ഡെയിലി ലൈഫ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങിൽ ഇടം പിടിച്ചിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ കഫേസ്, അതുപോലെ തന്നെ ബാറ്, സിറ്റി ലൈഫ്, വില്ലേജ് ലൈഫ്, പിന്നെ നഗര റോഡുകൾ അല്ലെങ്കിൽ നഗരത്തിലെയും വില്ലേജിലെയൊക്കെ റോഡുകള്, അവിടുത്തെ ഫിഷക്കാര്, പാട്ടുകാര്, ജോലിക്കാര്, ഇവരെല്ലാം അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങിൽ ഇടം പിടിച്ചു. ചുരുക്കി പറഞ്ഞാൽ ജീവിക്കുന്ന ആ സാഹചര്യങ്ങൾ തന്നെ പെയിന്റിങ്ങിൽ മാനറ്റിന്റെ പെയിന്റിങ്ങിൽ ഇടം പിടിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സം ഓഫ് ദി മാനറ്റ്സ് ഫേമസ് പെയിന്റിംഗ് ഇൻക്ലൂഡ് ലഞ്ചൺ ഇൻ ദി സ്റ്റുഡിയോ, കൺസേർട്ട് ഇൻ ദി ട്യൂയിലറീസ് ഗാർഡൻസ്, എ ബാർ അറ്റ് ഫോളീസ് ബർജർ, portrait of Berthe Morisot, concerned in the Tuileries Garden, and Rod Mendes in the Rue de Bern. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പെയിന്റിങ്സ് ഏതൊക്കെയാണ്, മാനറ്റിന്റെ പ്രധാനപ്പെട്ട പെയിന്റിങ്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ലഞ്ചൺ ഇൻ ദി സ്റ്റുഡിയോ, കൺസേർട്ട് ഇൻ ദി ട്യൂയിലറീസ് ഗാർഡൻ, എ ബാർ അറ്റ് ഫോളീസ് ബർജർ, portrait of Berthe Morisot, concert in the Tuileries Gardens, റോഡ് മെൻഡേസ് ഇൻ റൂ ഡി ബെറൻ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പെയിന്റിങ്സ്. ഇനി അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ക്ലൗഡ് മോണറ്റ്. അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങിന്റെ സവിശേഷത എന്താണ്? ഫാദർ ഓഫ് ഇംപ്രഷനിസം എന്ന പേരിൽ പോലും അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് ക്ലൗഡ് മോണറ്റ്. ഒന്ന് ഓർത്തിരിക്കുക, ഫൗണ്ടിങ് ഫാദർ ഓഫ് ഇംപ്രഷനിസം ആരാണ്? ഓപ്ഷൻസ് നൽകി കഴിഞ്ഞാൽ നമുക്ക് ക്ലൗഡ് മോണറ്റ് അദ്ദേഹത്തിന്റെ പേര് ആ ഓപ്ഷൻ്റെ അകത്തുണ്ടെങ്കിൽ അതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. Monet is considered to be one of the founding fathers of Impressionism. Monet loved to paint in the open air and capture in his painting the natural light. ഓപ്പൺ എയർ പെയിന്റിങ് അല്ലെങ്കിൽ ഔട്ട്ഡോർ പെയിന്റിങ്ങിന് വളരെ പ്രാധാന്യത്തോടെ താല്പര്യത്തോടെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ക്ലൗഡ് മോണറ്റ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ സീൻസ്, നാച്ചുറൽ ലൈറ്റ് എല്ലാം അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങിൽ ഇടം പിടിച്ചു. Figures were replaced by light and atmosphere as a subject of Monet's painting. ലൈറ്റ്, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ, സീൻസ്, ഇതെല്ലാം ഔട്ട്ഡോർ സീൻസ്, ഇതിനെല്ലാം പ്രാധാന്യം വന്ന ഒരു പെയിന്റിംഗ് ആണ് ക്ലൗഡ് മോണറ്റിന്റെ പെയിന്റിംഗ്. ബോൾഡ് കളേഴ്സ് ആൻഡ് അൺയൂഷ്വൽ കോമ്പോസിഷൻസ് വെയർ ഓൾ പ്രസന്റ് ഇൻ മോണറ്റ്സ് പെയിന്റിംഗ്. സോഫ്റ്റ് കളേഴ്സ് കൂടാതെ ബോൾഡ് കളേഴ്സും അദ്ദേഹം പെയിന്റിങ്ങിൽ ഉപയോഗിച്ചിരുന്നു. ഈ യൂസ്ഡ് ബ്രോഡർ ഫീൽഡ്സ് ഓഫ് കളർ and small stroke of paint and worked with complementary and contrasting hues. അപ്പൊ പെയിന്റിങ്ങിൽ കളറിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തൊരു വ്യക്തിയാണ് ക്ലൗഡ് മോണറ്റ്. അല്ലെങ്കിൽ ആ കളേഴ്സിന്റെ അകത്ത് എക്സ്പെരിമെന്റ് നടത്തുകയും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളേഴ്സ്, കോൺട്രാസ്റ്റ്, അതിനെല്ലാം വളരെയേറെ പ്രാധാന്യം തന്റെ പെയിന്റിങ്ങിൽ അദ്ദേഹം നൽകുകയും ചെയ്തു. ആസ് എ ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റ്, മോണറ്റ് വാസ് ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ജോൺ കോൺസ്റ്റബിൾ, ജോസഫ് മലോഡ്, William Turner, both landscape painters, and this furthered Monet's interest in landscape painting. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു മോണറ്റ്. അതും കൂടി ഒന്ന് മനസ്സിലാക്കുക, ഒരു ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു ഇദ്ദേഹം. ഫാദർ ഓഫ് ഇംപ്രഷനിസം എന്ന പേരിലാണ് മോണറ്റ്, ക്ലൗഡ് മോണറ്റ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. ഇംപ്രഷനിസ്റ്റ് കാലഘട്ടത്തിൽ ഒത്തിരി ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റുകളെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല, എങ്കിലും അദ്ദേഹം ഒരു ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റ് കൂടി ആയിരുന്നു.
ഇദ്ദേഹത്തിന്റെ പെയിന്റിങ്ങിന്റെ പ്രധാനപ്പെട്ട സബ്ജക്ട്സ് എന്തൊക്കെയായിരുന്നു? വാട്ടർ ലില്ലീസ്, ഇംപ്രഷൻ, റൗണ്ട് കത്തീഡ്രൽ സീരീസ്, ഹൈസ്റ്റാക്സ്, വുമൺ ഇൻ ദി ഗ്രീൻ ഡ്രസ് ആർ സം ഓഫ് ഹിസ് നോട്ടബിൾ വർക്ക്സ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വാട്ടർ ലില്ലീസ്, ഇംപ്രഷൻ, റൗണ്ട് കത്തീഡ്രൽ സർവീസ്, ഹേസ്റ്റിക്സ്, വുമൺ ഇൻ ദി ഗ്രീൻ ഡ്രസ് ആർ സം ഓഫ് ഹിസ് നോട്ടബിൾ വർക്ക്സ്. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന എഡ്ഗർ ഡിഗാസ്, പ്രശസ്ത പെയിന്റർ ആയിരുന്നു. ഇംപ്രഷനിസ്റ്റ് കാലഘട്ടം, ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പെയിന്റേഴ്സിൽ ഒരാളായിരുന്നു എഡ്ഗർ ഡിഗാസ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സബ്ജക്ട്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഹ്യൂമൻ ഫിഗേഴ്സ്, ഫീമെയിൽ ബോഡീസ്, അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സബ്ജക്ട് മാറ്റർ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പെയിന്റിങ്സുകളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. This impressionist painter was mostly consisted of slices of Persian life. Main subjects were human figures, particularly female bodies. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം, പ്രത്യേകിച്ച് ഫീമെയിൽ ബോഡീസ്, സ്ത്രീകളുടെ ശരീരം, അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പെയിന്റിങ്ങിനുള്ള സബ്ജക്ട്സ്. It was the academic training that involved an interest for figures and Degas. Dancers, singers, prostitutes, all made up Degas' work, and he was keen to painting them in innovative ways. Innovative style of paintings. അതിന് വളരെയേറെ പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് എഡ്ഗർ ഡിഗാസ്. ഡാൻസേഴ്സും സിംഗേഴ്സും എല്ലാം അദ്ദേഹത്തിന്റെ പെയിന്റിംഗ് വർക്കുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. He painted them unusual angles under artificial light with strange postures. ഇപ്പൊ സ്ട്രേഞ്ച് പോസ്റ്റേഴ്സ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഒക്കെ പെയിന്റിങ്ങിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് എഡ്ഗർ ഡിഗാസ് ആർ ദി ബെല്ലി ഫാമിലി, മോൺസിയോർ ആൻഡ് മദം എഡോർഡ് മാനറ്റ്, ഫോയർ ഡി ലാ ഡാൻസ്, ലീ ഫോയർ ഡി ലാ ഡാൻസ് ആൻഡ് പ്രൈമ ബല്ലേറിന. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പെയിന്റിംഗ് വർക്കുകൾ. എഡ്ഗർ ഡിഗാസ് അദ്ദേഹത്തിന്റെ പ്രശസ്ത വർക്കുകൾ ഏതൊക്കെയാണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. ദി ബെല്ലി ഫാമിലി, മോൺസിയോർ ആൻഡ് മദം എഡ്വേർഡ് മാനറ്റ്, ഫോയർ ഡി ലാ ഡാൻസ്, ലീ ഫോയർ ഡി ലാ ഡാൻസ് ആൻഡ് പ്രൈമ ബല്ലേറിന. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന പിയറി ഓഗസ്റ്റ് റിനോർ. റിനോറിന്റെ പ്രശസ്തമായ വർക്കുകൾ ഏതൊക്കെയാണ്? പിയറി ഓഗസ്റ്റ് റിനോർ പ്രശസ്തമായ വർക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് യൂസ് ഓഫ് കളേഴ്സ്, അതുപോലെ തന്നെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള സീൻസ്, അതിനൊക്കെ പ്രാധാന്യം കൊടുത്ത ഒരു പെയിന്റർ ആണ് റിനോർ. ക്യാപ്ചറിംഗ് ദി മോഡേണിറ്റി ആൻഡ് ലെഷർ ഓഫ് പേർഷ്യൻ ലൈഫ് വാസ് പിയർ അഗസ്റ്റ് റിനോർ ഫോക്കൽ പോയിന്റ്. ഇപ്പൊ പേർഷ്യൻ ലൈഫ്, അതിന്റെ ലക്ഷറിയസ് ലൈഫ്, അതിന്റെ സീൻസിനൊക്കെ വളരെയേറെ പ്രാതിനിധ്യം കൈവന്ന ഒരു പെയിന്റിംഗ് ആണ് റിനോറിന്റെ പെയിന്റിങ്സ്. പേർഷ്യൻ ലക്ഷറിയസ് ലൈഫ്, അത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഹി ഹാഡ് എ സ്പെഷ്യൽ ഐ ഫോർ ബ്യൂട്ടി ആൻഡ് ഹിസ് സ്കിൽ ആസ് എ കളറിസ്റ്റ് വാസ് മച്ച് സെലിബ്രേറ്റഡ്. അതുപോലെ തന്നെ ബ്യൂട്ടി, അതിന് വളരെയേറെ പ്രാധാന്യം കൊടുത്ത ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് റിനോർ. ഹി ബ്യൂട്ടിഫുള്ളി ക്യാപ്ചേർഡ് ദി മൂവ്മെന്റ് ഓഫ് ലൈറ്റ് ആൻഡ് ഷാഡോ ടു ക്രിയേറ്റ് സം ടൈംലെസ് മാസ്റ്റർ പീസ്. പല മാസ്റ്റർ പീസ് വർക്കുകളും അദ്ദേഹത്തിൻ്റെതായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ട് ലൈറ്റ്, ഷാഡോ, അതിനെയൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പല മാസ്റ്റർ പീസ് വർക്കുകളും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പല പെയിന്റിംഗ് വർക്കുകളും അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ട് ഉണ്ട്. ഹിസ് വർക്ക് വെയർ ഫുൾ ഓഫ് ലൈഫ് ആൻഡ് വൈബ്രന്റ് കളേഴ്സ്, ഫീച്ചറിംഗ് വെൽ ഡ്രസ്ഡ് പേർഷ്യൻ പീപ്പിൾ എൻജോയിങ് ദെയർ ലൈഫ്. പേർഷ്യൻ പീപ്പിൾ അവരുടെ ജീവിതം ആഘോഷമാക്കി മാറ്റുന്ന രംഗങ്ങൾ, അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങിലെ പ്രധാനപ്പെട്ട സബ്ജക്ട്. അല്ലെങ്കിൽ ലക്ഷറിയസ് ലൈഫ്, അത് അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങിലെ പ്രധാനപ്പെട്ട സബ്ജക്ട് മാറ്ററുകളിൽ ഒന്ന് ആയിരുന്നു. Rainier always tried to incorporate his new approach and through in his painting, which was evident in the multicolored stroke, bright atmosphere and the radiant tones of the skin of the female subject. അപ്പം പുതിയ പുതിയ അപ്രോച്ചസ് പെയിന്റിങ്ങിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിത്വമാണ് റിനോർ. അല്ലെങ്കിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങിയ ഒരു വ്യക്തി കൂടിയാണ് റിനോർ. ബ്രൈറ്റ് അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ ടോൺസ് ഓഫ് ദി സ്കിന്ന്,
അതിൻ്റെ അകത്തൊക്കെ പുതിയ പുതിയ അപ്രോച്ചസ് അദ്ദേഹം പെയിന്റിങ്ങിൻ്റെ അകത്ത് അഡോപ്റ്റ് ചെയ്തു. എമോങ് അതർ ഇംപ്രഷനിസ്റ്റ് പെയിന്റേഴ്സ് who preferred to work with landscape, it was Renoir's fascination with human figures that set him apart. ഇപ്പം കൂടുതൽ ആർട്ടിസ്റ്റും ലാൻഡ്സ്കേപ്പ് അതിന് പ്രാധാന്യം കൊടുത്തുവെങ്കിൽ ഹ്യൂമൻ ഫിഗേഴ്സ് അതിന് പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് റിനോർ. അല്ലെങ്കിൽ ഹ്യൂമൻ ഫിഗേഴ്സിന് അദ്ദേഹം കൊടുത്ത പ്രാധാന്യം അതാണ് അദ്ദേഹത്തെ ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ദി ഗ്രേറ്റ് മാസ്റ്റർ പീസ് ഓഫ് പിയർ അഗസ്റ്റ് റിനോർ ആർ വുമൺ ഇൻ ബ്ലാക്ക്, ഡയാന ദി ഹൺട്രസ്, ലാ ലോജ്, ലാ ഗ്രിനോർ, മാദം ജോർജ് ചാർപ്പന്റർ ആൻഡ് ചിൽഡ്രൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണ്, റിനോറിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വുമൺ ഇൻ ദി ബ്ലാക്ക്, ഡയാന ദി ഹൺട്രസ്, ലാ ലോജ്, ലാ ഗ്രിനോർ, മാദം ജോർജ് ചാർപ്പന്റർ ആൻഡ് ചിൽഡ്രൻ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വർക്കുകൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാമിലി പിസാരോ. കാമിലി പിസാരോ പ്രശസ്ത ഇംപ്രഷനിസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കാമിലി പിസാരോ, അദ്ദേഹത്തിന്റെ വർക്കുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എക്സിബിഷനുകളിൽ പെയിന്റിങ് പ്രദർശിപ്പിച്ച ഇംപ്രഷനിസ്റ്റ് കാലഘട്ടത്തിലെ പ്രമുഖനായ ആർട്ടിസ്റ്റ് ആണ് കാമിലി പിസാരോ. ബാക്കി പലരും എക്സിബിഷനുകളിൽ പെയിന്റിങ് പ്രദർശിപ്പിക്കാൻ വിസമ്മതിച്ചപ്പോൾ ആ പെയിന്റിങ്ങുകൾ എക്സിബിഷനിൽ പ്രദർശിപ്പിക്കുന്നതിന് താല്പര്യം കാണിച്ച ഒരു വ്യക്തിയാണ് കാമിലി പിസാരോ. When many of his contemporaries of the Impressionists refused to showcase their work at exhibitions, Camille Pissarro was the only one who had exhibited his painting in all 8 Impressionist exhibitions. അപ്പം എല്ലാ എക്സിബിഷനുകളിലും തൻ്റെ ആർട്ട് വർക്കുകൾ അത് പ്രദർശിപ്പിക്കുന്നതിൽ താല്പര്യം കാണിച്ച വ്യക്തിയാണ് പിസാരോ. എക്സിബിഷനുകളിൽ ആർട്ട് വർക്ക് പ്രദർശിപ്പിക്കാൻ വളരെയേറെ താല്പര്യം കാണിച്ച ഒരു വ്യക്തിയാണ് പിസാരോ. His canvas captured daily life of the peasants in Paris. പാരീസിലെ ആൾക്കാരുടെ ജീവിതം അതൊക്കെ അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങുകളിൽ സബ്ജക്റ്റ് മാറ്റർ ആയിട്ട് മാറി. പിസാരിയോസ് വർക്ക് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ദി എഫക്ട്സ് ഓഫ് ലൈറ്റ് ഓൺ കളർ. കളറും ലൈറ്റും തമ്മിലുള്ള കോമ്പിനേഷൻ അത് അദ്ദേഹത്തിന്റെ പെയിന്റിംഗ് വർക്കുകളുടെ എടുത്തു പറയത്തക്ക സവിശേഷതയാണ്. ബ്രില്യന്റ് യൂസ് ഓഫ് കളർ ആൻഡ് ലൈറ്റ് അത് അദ്ദേഹത്തിന്റെ പെയിന്റിംഗ് വർക്കിന്റെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത ആണ്. He was heavily influenced by politics and one cannot separate politics from his art. അതുപോലെ തന്നെ പൊളിറ്റിക്സിന്റെ ഇൻഫ്ലുവൻസും അദ്ദേഹത്തിന്റെ ആർട്ട് വർക്കുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹിസ് പെയിന്റിംഗ് ഓൺ ദി ലേബർ പ്രസന്റ് ഈസ് എ ക്ലിയർ എക്സാമ്പിൾ ഓഫ് ദിസ്. അപ്പൊ അന്ന് ഉള്ള ആ രാഷ്ട്രീയ സാഹചര്യം അതും അദ്ദേഹത്തിന്റെ പെയിന്റിംഗ് വർക്കുകളിൽ ഇടം പിടിച്ചു. റൂറൽ സബ്ജക്ട്സ് വേറെ ഫേവറേറ്റ് ആൻഡ് പെയിന്റഡ് ദം ഇൻ വൈബ്രന്റ് കോമ്പറ്റീഷൻ. അതുപോലെ തന്നെ റൂറൽ സബ്ജക്ട്സ്, ഡെയിലി ലൈഫ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സീൻസ് അതൊക്കെ അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങിൽ ഇടം പിടിക്കുന്നതായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വർക്കുകൾ മനസ്സിലാക്കുമ്പോൾ കാണുവാൻ സാധിക്കും. Two women chatting by the sea, St. Thomas, the banks of Oise near Pondosi, Jalias Hill, Pondosi, the Boulevard Montmartre on a winter morning, road to Versailles are the most notable works of Camille Pissarro. Camille Pissarroയുടെ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ, മാസ്റ്റർ പീസ് വർക്കുകൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. Two women chatting by the sea, സെന്റ് തോമസ്, ബാങ്ക്സ് ഓഫ് ദി ഓയിസി, ജാലേസ് ഹിൽ, പോണ്ടോസി, അതുപോലെ തന്നെ വിന്റർ മോർണിംഗ്, റോഡ് ടു വെർസാലിസ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ. അപ്പൊ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇംപ്രഷനിസ്റ്റ് കാലഘട്ടം, ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റ്, അവരുടെ വർക്കുകൾ, അതിന്റെ സവിശേഷതകൾ അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. These artists are considered to be the pioneers of Impressionism. Their works are timeless masterpieces which broke the conventions of the art during the 19th century. The visible brushstrokes, unusual compositions, emphasis on light and color, subject matter and their movements, and strange visual angles put the Impressionist artist on the top of the art history. ഇപ്പൊ നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഇംപ്രഷനിസ്റ്റ് കാലഘട്ടം 19th സെഞ്ചുറിയിലെ
പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകൾ അവരുടെ വർക്കുകളെ കുറിച്ചാണ്, അവർ ഉപയോഗിച്ചിരിക്കുന്ന ആ കളർ സ്കീം, അതുപോലെ തന്നെ കളറും ലൈറ്റും തമ്മിലുള്ള കോമ്പിനേഷൻ, അതുപോലെ തന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്റ്റ് മാറ്റർ, ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റ് മാറ്റർ, അതൊക്കെ അവരെ ബാക്കിയുള്ള പെയിന്റേഴ്സിൽ നിന്നും വ്യത്യസ്തര ആക്കുന്നു. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഇംപ്രഷനിസം അതിനെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. 90th സെഞ്ചുറിയിലാണ് ആർട്ടിന്റെ മേഖലയിൽ ഇംപ്രഷനിസത്തിന്റെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. നവീനമായ പല ആശയങ്ങൾ, അന്ന് വരെ സബ്ജക്റ്റ് മാറ്റർ ആകാതിരുന്ന പല സബ്ജക്ട്സും പെയിന്റിങ്ങിൽ ഇടം പിടിച്ച ഒരു കാലഘട്ടമാണ് ഇംപ്രഷനിസത്തിന്റെ കാലഘട്ടം. ഡെയിലി ലൈഫ്, അതുപോലെ തന്നെ ആൾക്കാരുടെ ദൈനംദിന ജീവിതം, അതുപോലെ തന്നെ റോഡ് സീൻസ്, ലാൻഡ്സ്കേപ്പ്, ഇതിനെല്ലാം പ്രാധാന്യം കൈവരിച്ച ഒരു കാലഘട്ടമാണ് ഇംപ്രഷനിസത്തിന്റെ കാലഘട്ടം. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തന്നെ ഫേമസ് ആർട്ടിസ്റ്റുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, അവരെ ആ ആർട്ടിസ്റ്റുകളെ കുറിച്ചും അവരുടെ ആർട്ട് വർക്കുകളെ കുറിച്ചും മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമി, എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്.